ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എസ് ക്യു എല്ലിലെ കൺസ്ട്രെയിൻസിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് കൺസ്ട്രെയിൻസ്? കൺസ്ട്രെയിൻസ് ആർ റൂൾസ് ഓർ റെസ്ട്രിക്ഷൻ എൻഫോഴ്സ്ഡ് ഓൺ എ ടേബിൾസ് ഡേറ്റ ടു എൻഷുർ ഡേറ്റ ഇൻറ്റഗ്രിറ്റി, അക്യുറസി ആൻഡ് കൺസിസ്റ്റൻസി. അതായത് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ചില കോളത്തിൽ എനിക്ക് നൾ വാല്യൂസ് അലോ ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. അല്ലെങ്കിൽ എനിക്ക് ചില കോളത്തിൽ എല്ലാം യുണീക്ക് ആയിരിക്കണം. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ആക്ച്വലി ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺസ്ട്രെയിൻസ് ആഡ് ചെയ്യണം. പ്രധാനമായിട്ട് എസ് ക്യു എല്ലിൽ യൂസ് ചെയ്യുന്ന കൺസ്ട്രെയിൻസ് ആണ് നോട്ട് നൾ, യുണീക്ക്, പ്രൈമറി കീ, ഫോറിൻ കീ, ചെക്ക്, ഡീഫോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ കൺസ്ട്രെയിനെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യമായിട്ട് നോട്ട് നൾ കൺസ്ട്രെയിൻ. നോട്ട് നൾ എന്ന് പറയുമ്പം ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് നോട്ട് നൾ, അതായത് ആ കോളത്തിൽ നൾ വാല്യൂസ് വരാനായിട്ട് പാടില്ല. ഇപ്പോൾ ഇവിടെ ഞാനൊരു എംപ്ലോയി ടേബിൾ ക്രിയേറ്റ് ചെയ്തു. എംപ്ലോയി ടേബിളിൽ നമുക്ക് ഐ ഡിയും നെയിമും ആണുള്ളത്. അപ്പം ഞാൻ നെയിം ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ആക്ച്വലി നൾ വാല്യൂസ് ആണ് കൊടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ നെയിം കൊടുക്കുന്നില്ല എങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? എറർ ഉണ്ടാകും. ആ ഒരു റെക്കോർഡ് നമ്മളെ ഇൻസേർട്ട് ചെയ്യാനായിട്ട് അനുവദിക്കത്തില്ല. അടുത്ത കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് യുണീക്ക് കൺസ്ട്രെയിൻ ആണ്. യുണീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് അലോ ചെയ്യുന്നില്ല. ഇപ്പോൾ എംപ്ലോയി ടേബിളിൽ എനിക്ക് ഐ ഡി ഉണ്ട്, ഇമെയിൽ ഉണ്ട്. അപ്പോൾ ഇമെയിലിന് ഞാൻ എന്ത് ചെയ്തു? ഇമെയിൽ ആക്ച്വലി ഞാൻ കോളം ഡിഫൈൻ ചെയ്തപ്പം യുണീക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൺസ്ട്രെയിൻ ആഡ് ചെയ്തു. അപ്പം ഞാൻ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് എംപ്ലോയി ടേബിളിലേക്ക് എംപ്ലോയീസിനെ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് യുണീക്കായിട്ടുള്ള ഇമെയിൽ ഐ ഡി അല്ലാതെ, അതായത് ഒരേ ഇമെയിൽ ഐ ഡി തന്നെ ഞാൻ വീണ്ടും കൊടുക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ എറർ ഉണ്ടാകും. ആ റെക്കോർഡ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് അനുവദിക്കത്തില്ല. ഇനി അടുത്ത കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് പ്രൈമറി കീ ആണ്. പ്രൈമറി കീ എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി ഐ ഡി എന്ന് പറയുന്ന ഫീൽഡിനാണ് നമ്മൾ ജനറലി പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. പ്രൈമറി കീ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് നോട്ട് നൾ ആൻഡ് യുണീക്ക്. ഇപ്പോൾ എംപ്ലോയി ടേബിളിലെ ഐ ഡി നമ്മൾ എന്ത് ചെയ്തു? പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തു. അപ്പം എന്ത് ചെയ്യാൻ പാടില്ല? ഇനിയും ഐ ഡി ഡ്യൂപ്ലിക്കേറ്റ്സ് വരാനും പാടില്ല. മസ്റ്റായിട്ടും ഐ ഡി നമ്മൾ എൻറ്റർ ചെയ്യണം. അതായത് നൾ വാല്യൂസ് അലോ ചെയ്യത്തില്ല. ഇനി അടുത്തത് ഫോറിൻ കീ. ഫോറിൻ കീ എന്ന് പറഞ്ഞാൽ രണ്ട് ടേബിളുകൾ തമ്മിൽ റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അല്ലെങ്കിൽ ലിങ്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ ഫോറിൻ കീ എന്ന് പറയുന്ന കൺസ്ട്രെയിൻ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ എനിക്ക് രണ്ട് ടേബിൾ തന്നിട്ടുണ്ട്, ഡിപ്പാർട്ട്മെന്റ് ആൻഡ് എംപ്ലോയി. ഡിപ്പാർട്ട്മെന്റ് ടേബിളിൽ രണ്ട് കോളം ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഐ ഡി ആൻഡ് ഡിപ്പാർട്ട്മെന്റ് നെയിം. എന്നിട്ട് ഞാനൊരു 5 ഡിപ്പാർട്ട്മെന്റിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിപ്പാർട്ട്മെന്റ് ടേബിളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. 1 HR, 2 ഫിനാൻസ്, 3 മാർക്കറ്റിംഗ്, 4 സെയിൽസ് ആൻഡ് 5 IT. ഇനി എംപ്ലോയി ടേബിളിൽ എനിക്ക് 5 കോളമാണുള്ളത്. എംപ്ലോയി ഐ ഡി, നെയിം, ഏജ്, സാലറി ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഐ ഡി. അവിടെ ഞാൻ 5 എംപ്ലോയീസിനെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ റെക്കോർഡ് എന്ന് പറയുന്നത് 1 ജോൺ 35 60,000. ഡിപ്പാർട്ട്മെന്റ് ഐ ഡി എന്ന് പറയുന്നത് 1 ആണ് ഞാൻ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1 എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് നോക്കിക്കേ, 1ന് നേരെ HR ഡിപ്പാർട്ട്മെന്റ് ആണ്. അതായത് ജോൺ വർക്ക് ചെയ്യുന്നത് HR ഡിപ്പാർട്ട്മെന്റിലാണ്. ഇനി രണ്ടാമത്തെ ഐ ഡി എന്ന് പറയുന്നത് പീറ്റർ ആണ്. രണ്ടാമത്തെ റെക്കോർഡ് പീറ്ററിന്റെ ഡിപ്പാർട്ട്മെന്റ് ഐ ഡി 2 ആണ്. അതായത് പീറ്റർ വർക്ക് ചെയ്യുന്നത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലാണ്. ആകാശിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിപ്പാർട്ട്മെന്റ് ഐ ഡി ഞാൻ 1 ആണ് സ്പെസിഫൈ ചെയ്യുന്നത്. 1 എന്ന് പറയുന്നത് എന്താണ്? HR ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പം ജോണും ആകാശും വർക്ക് ചെയ്യുന്നത് HR ഡിപ്പാർട്ട്മെന്റിലാണ്. വീണ ഡിപ്പാർട്ട്മെന്റ് ഐ ഡി 3 ആണ്. 3 എന്ന് പറയുന്നത് എന്താണ്? ഡിപ്പാർട്ട്മെന്റ് ടേബിൾ നോക്കിക്കേ, മാർക്കറ്റിംഗ് ആണ്. അപ്പൊ വീണ വർക്ക് ചെയ്യുന്നത് മാർക്കറ്റിംഗ് ആണ്. ഗോകുൽ എന്ന് പറയുന്ന എംപ്ലോയിയുടെ നേരെ ഡിപ്പാർട്ട്മെന്റ് ഐ ഡി മെൻഷൻ ചെയ്തിട്ടില്ല. അതായത് ഗോകുൽ ന്യൂ ജോയിനി ആയിരിക്കും, അതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് എന്താണ് അസൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഈ രണ്ട് ടേബിളുകൾ തമ്മിൽ ഞാൻ എങ്ങനെയാണ് ലിങ്ക് ചെയ്തത്? ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ടേബിളിലെ ഡിപ്പാർട്ട്മെന്റ് ഐ ഡി എന്ന് പറയുന്നത് ഞാൻ എംപ്ലോയി ടേബിളിൽ ലിങ്ക് ചെയ്യാൻ അല്ലെങ്കിൽ റെഫർ ചെയ്യാനായിട്ട് യൂസ് ചെയ്തു. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് ടേബിളിനെ സംബന്ധിച്ച് ഡിപ്പാർട്ട്മെന്റ് ഐ ഡി അവിടുത്തെ പ്രൈമറി കീ ആണ്. പ്രൈമറി കീ എന്താണെന്ന് നമ്മൾ കണ്ടു. നമ്മൾ ഐ ഡിക്കാണ് പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. എംപ്ലോയി ടേബിളിൽ എന്ത് ചെയ്തു? ആ ഡിപ്പാർട്ട്മെന്റ് ഐ ഡി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ടേബിളിലെ പ്രൈമറി കീ ഞാൻ എംപ്ലോയി ടേബിളിൽ റെഫർ ചെയ്യാനായിട്ട് യൂസ് ചെയ്തു. അപ്പോൾ എംപ്ലോയി ടേബിളിലെ ഡിപ്പാർട്ട്മെന്റ് ഐ ഡി എന്ന് പറയുന്ന കോളത്തെ ഞാൻ എന്ത് വിളിക്കും? ഫോറിൻ കീ എന്ന് വിളിക്കും.
ഓക്കെ, അപ്പോൾ ഫോറിൻ കീ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? രണ്ട് ടേബിളുകളെ തമ്മിൽ ലിങ്ക് ചെയ്യാനായിട്ടാണ്. ഒരു ടേബിളിന്റെ പ്രൈമറി കീ മറ്റൊരു ടേബിളിൽ നമ്മൾ അത് ആക്ച്വലി റെഫർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഫോറിൻ കീ എന്ന് വിളിക്കും. ഓക്കെ, ഇതിന്റെ കൊറി എഴുതുന്നത് നോക്കിക്കേ. ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ടേബിളിൽ ഡിപ്പാർട്ട്മെന്റ് ഐ ഡി ഇൻഡിജർ, ഡിപ്പാർട്ട്മെന്റ് നെയിം വേർക്യാർ കൊടുത്തു. ഡിപ്പാർട്ട്മെന്റ് ഐ ഡി എന്നത് പ്രൈമറി കീ ആണ്, അപ്പൊ പ്രൈമറി കീ ഡിപ്പാർട്ട്മെന്റ് ഐ ഡി എന്ന് കൊടുത്തു. ഇനി എംപ്ലോയി ടേബിളിൽ ഏതൊക്കെ കോളം ആണുള്ളത്? എംപ്ലോയി ഐ ഡി ഇൻഡിജർ ആണ്, നെയിം വേർക്യാർ, ഏജ് ഇൻഡിജർ, സാലറി ഇൻഡിജർ, ഡിപ്പാർട്ട്മെന്റ് ഐ ഡി ഇൻഡിജർ കൊടുത്തു. ഇനി രണ്ട് കൺസ്ട്രെയിൻസ് സെറ്റ് ചെയ്യണം. ഏതൊക്കെയാണ്? പ്രൈമറി കീയും സെറ്റ് ചെയ്യണം, ഫോറിൻ കീയും സെറ്റ് ചെയ്യണം. അപ്പൊ പ്രൈമറി കീ ബ്രാക്കറ്റിൽ എംപ്ലോയി ഐ ഡി കൊടുത്തു. ഇനി ഫോറിൻ കീ എന്താണ്? ഫോറിൻ കീ എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ഐ ഡി എന്ന് പറയുന്ന കോളമാണ്. ഫോറിൻ കീ ബ്രാക്കറ്റിൽ ഡിപ്പാർട്ട്മെന്റ് ഐ ഡി കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? ഏത് ടേബിളിലെ പ്രൈമറി കീ ആണ് ഞാൻ ഫോറിൻ കീ ആയിട്ട് യൂസ് ചെയ്യുന്നതും കൂടെ നമ്മൾ റെഫർ ചെയ്യണം. അപ്പൊ അതിനായിട്ട് റെഫറൻസസ് ഡിപ്പാർട്ട്മെന്റ് ബ്രാക്കറ്റിൽ ഡിപ്പാർട്ട്മെന്റ് ഐ ഡി കൊടുത്തു. അതായത് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ടേബിളിലെ പ്രൈമറി കീ ആണ് ഞാനിവിടെ ഫോറിൻ കീ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത കൺസ്ട്രെയിൻ നോക്കാം. ചെക്ക് കൺസ്ട്രെയിൻ. Check constraints ensures that all values in a column satisfy a specific condition. അതായത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റെക്കോർഡുകൾ മാത്രം എന്ത് ചെയ്താൽ മതി? ഈ കോളത്തിലേക്ക് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ എംപ്ലോയി ടേബിളിൽ ഐ ഡി ഉണ്ട്, ഏജ് ഉണ്ട്. ഏജിന് ഞാൻ ആക്ച്വലി ഒരു ചെക്ക് കൺസ്ട്രെയിൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണ്? ഏജ് എന്ന് പറയുന്നത് 18 കൂടുതലായിരിക്കണം. അപ്പം നമ്മൾ എന്താണ് എംപ്ലോയിയെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ബിലോ 18 ഏതെങ്കിലും എംപ്ലോയിയെ നമ്മൾ ആഡ് ചെയ്യുവാണെങ്കിൽ അത് അനുവദിക്കത്തില്ല. ഇനി അടുത്തത് ഡീഫോൾട്ട് കൺസ്ട്രെയിൻ. ഡീഫോൾട്ട് കൺസ്ട്രെയിൻ പ്രൊവൈഡ്സ് എ ഡീഫോൾട്ട് വാല്യൂ ഫോർ എ കോളം ഇഫ് നോ വാല്യൂ ഈസ് സ്പെസിഫൈഡ്. അതായത് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു എംപ്ലോയിയെ ആഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു റെക്കോർഡ് ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു കോളത്തിൽ നമ്മൾ ആക്ച്വലി എന്താണ് വാല്യൂസ് ആഡ് ചെയ്യുന്നില്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഡീഫോൾട്ട് വാല്യൂസ് കൊടുക്കണമെങ്കിൽ നമുക്ക് അവിടെ ഡീഫോൾട്ട് കൺസ്ട്രെയിൻ യൂസ് ചെയ്യാം. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, എംപ്ലോയി ടേബിളിൽ ഐ ഡി നെയിമും സ്റ്റാറ്റസും ഉണ്ട്. സ്റ്റാറ്റസിന് ഞാൻ എന്ത് ചെയ്തു? ഡീഫോൾട്ട് കൺസ്ട്രെയിൻ കൊടുത്തു. അപ്പൊ സ്റ്റാറ്റസ് വേർക്യാർ ഡീഫോൾട്ട് ആക്റ്റീവ് എന്ന് കൊടുത്തു. അപ്പൊ നമ്മൾ സ്റ്റാറ്റസ് എന്ന് പറയുന്ന കോളത്തിൽ നമ്മൾ ഒന്നും ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ എന്തായിരിക്കും വാല്യൂ സ്റ്റോർ ആകുന്നത്? ആക്റ്റീവ് എന്നായിരിക്കും. ഓക്കെ, ഇതാണ് കൺസ്ട്രെയിൻസ് എന്ന് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഇത് നന്നായി മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക. താങ്ക്